ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ദുഷ്ടനായ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഭാഗമാണ്. സീതാദേവിയെയും വഹിച്ചുകൊണ്ട് രാവണന്റെ രഥം അതിവേഗം പോവുകയാണ്. ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് സീതാദേവി കരയുന്നുണ്ട്. ഈ കരച്ചിൽ ആര് കേൾക്കുന്നു? ഗരുഡന്റെ പുത്രനായ ജടായു എന്ന പക്ഷി കേൾക്കുന്നു. വളരെ ദൂരെ നിന്നുകൊണ്ട് തന്നെ സീതയുടെ കരച്ചിൽ ജടായു കേട്ടു. അങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു നോക്കിയപ്പോൾ രാവണൻ സീതാദേവിയെയും കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ മൂന്ന് ലോകത്തിലുമുള്ള വീരന്മാരായ എല്ലാവരെയും ഈ പക്ഷി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ലങ്കേശ്വരനായ രാവണൻ ആണ് എന്ന് പക്ഷിക്ക് മനസ്സിലാകുന്നു. ഉടൻ തന്നെ രണ്ടു ചിറകുകളും വീശിക്കൊണ്ട് അങ്ങോട്ടേക്ക് പറന്നടുക്കുകയാണ്. എന്നിട്ട് രാവണനെ തടഞ്ഞുകൊണ്ട് ഈ ജടായു വിളിച്ചു പറയുകയാണ്, രാക്ഷസ, നിനക്കറിയില്ലേ രാമന്റെ ജാനകിയെ കൊണ്ടുപോയാൽ കിട്ടുന്ന ശിക്ഷ? എന്തു കുറ്റത്തിനാണ് നീ രാമന്റെ സുന്ദരിയെ അപഹരിച്ചത്? രാമൻ നിന്റെ ലങ്കാപുരി നശിപ്പിച്ചു. ശൂർപ്പണഖ രാമനെ തേടിച്ചെന്നതല്ലേ? ആ കുറ്റത്തിനാണ് അവളുടെ കാതും മൂക്കുമൊക്കെ മുറിച്ചത്. ധർമ്മതൽപരനായ ദശരഥന്റെ പുത്രവധുവിനെ അപഹരിക്കുവാൻ നിനക്ക് യാതൊരു ഭയവും തോന്നിയില്ലേ? എന്തു ചെയ്യാൻ സാധിക്കും? ഞാൻ വൃദ്ധനായിപ്പോയി. എൻ്റെ കൊക്കിന് പഴയതുപോലെയുള്ള മൂർച്ചയില്ല. അല്ലെങ്കിൽ ഇന്നു ഞാൻ നിന്നെ പഴം കൊത്തി മുറിക്കുന്നത് പോലെ കൊന്നു കളഞ്ഞേനെ. ഇങ്ങനെ പറഞ്ഞിട്ട് ജടായു തൻ്റെ ചിറകുകൾ അടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന് രാവണനോട് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. ജടായു ഉയർന്നു പൊങ്ങി നോക്കി. രാമൻ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ? പക്ഷേ രാമൻ വളരെ ദൂരെയാണ്. അതിനുശേഷം തൻ്റെ കൊക്കുകൊണ്ട് രാവണന്റെ രഥത്തിൽ വന്ന് പലതവണ കൊത്തി. രാവണന്റെ തേരാളിയുടെ തല ജടായു കൊത്തിമുറിച്ചു. കൊടിമരം തുണ്ടം തുണ്ടമാക്കി. അത് കണ്ടപ്പോൾ രാവണന് വളരെയധികം ക്രോധം തോന്നുകയും ജടായുവിനോട് യുദ്ധം ചെയ്യുവാൻ തീർച്ചപ്പെടുത്തുകയും അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ വലിയൊരു യുദ്ധം അവിടെ നടക്കുകയും ചെയ്തു. ആർക്കും ആരെയും തോൽപ്പിക്കുവാൻ സാധിച്ചില്ല. രാവണന്റെ രത്നകിരീടം പക്ഷി കൊത്തിപ്പൊട്ടിച്ചു. രാവണന്റെ 10 തലയ്ക്ക് പക്ഷെ യാതൊരു കേടും സംഭവിച്ചില്ല. പക്ഷേ മറ്റൊരു സംഭവം അവിടെ നടന്നു. ജടായു തൻ്റെ കൊക്കുകൊണ്ട് ഈ രാവണന്റെ 10 തലയിലെയും മുടി അത് കുത്തിപ്പറിച്ച് താഴെയിട്ടു. അങ്ങനെ രാവണൻ നോക്കുമ്പോൾ രാവണന്റെ ഈ 10 തലയും മൊട്ടയായിരിക്കുന്നു. അത് രാവണന് വലിയൊരു അപമാനമായി തോന്നി. അതിനുശേഷം രാവണൻ ബാണങ്ങൾ അയക്കുകയാണ്. ഈ ബാണങ്ങൾ കൊണ്ടിട്ട് ഈ പക്ഷിയുടെ ശരീരം മുറിഞ്ഞ് പക്ഷി താഴെ വീണു. പക്ഷിക്ക് പ്രായമായി. പക്ഷിക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷിയില്ല. ചിറകും കൊക്കുമാണ് അതിൻ്റെ ആയുധം. പക്ഷെ വിധിയുടെ ആ ഒരു വിളയാട്ടം എന്ന് പറയേണ്ടതേ ഉള്ളൂ. ജടായു താഴെ വീണു. അതിനുശേഷം രാവണൻ തൻ്റെ വാളുകൊണ്ട് ഈ പക്ഷിയുടെ 2 ചിറകും അരിഞ്ഞു കളയുകയും ചെയ്തു. അതോടുകൂടി പക്ഷി ഭൂമിയിൽ കിടന്ന് പിടച്ചു. അപ്പോൾ സീതാദേവി ജടായുവിൻ്റെ സമീപത്തേക്ക് വരികയും സീതാദേവി ജടായുവിനോട് ഇങ്ങനെ പറയുകയും ചെയ്തു, എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞല്ലോ.
രാവണന്റെ കൈകൊണ്ട് ഞാൻ എന്തായാലും മരിക്കും. എൻ്റെ ജന്മം രാവണൻ നിമിത്തം ഒടുങ്ങും. ഇനി ഞാൻ രാമനെ കാണുകയില്ല. രാമനെയും ലക്ഷ്മണനെയും വനമധ്യത്തിൽ കാണുമ്പോൾ എല്ലാ വിവരങ്ങളും ധരിപ്പിക്കണം. അങ്ങയുടെ സീതയെ രാവണൻ അപഹരിച്ചു എന്ന് അല്ലയോ പക്ഷി അവിടുന്ന് പറയണം. കടലിനക്കരെയുള്ള ലങ്കാപുരത്തിലേക്ക് ആകാശത്തിലൂടെ രാവണൻ അങ്ങയുടെ സുന്ദരിയെ കൊണ്ടുപോയി എന്ന് പറയണം. ഇങ്ങനെ സീതാദേവി പറഞ്ഞപ്പോൾ ജടായു സീതാദേവിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ദേവി, എനിക്ക് കൈകളില്ല. അവിടുന്ന് കണ്ടില്ലേ ഞാൻ എത്രമാത്രം യുദ്ധം ചെയ്തു. ഞാൻ പറയുന്നത് കേൾക്കൂ, കരയരുത്. രാമനും ലക്ഷ്മണനും ദേവിയെ വീണ്ടെടുക്കും. ഇങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ പറയുന്നത് കേട്ടപ്പോൾ രാവണൻ അട്ടഹസിച്ചു. ആ അട്ടഹാസം കേട്ടപ്പോൾ സീതാദേവി വീണ്ടും ഭയന്നു. സീതാദേവിയെ പിടിച്ചു വലിച്ചുകൊണ്ട് രഥത്തിൽ കയറ്റി രാവണൻ വീണ്ടും സഞ്ചരിച്ചു. സീതയുടെ കരച്ചിൽ കേട്ടിട്ട് പാറകൾ പോലും പൊടിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ രാവണന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. സീതയ്ക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. മലിനവേഷയായി, പരവശയായി, ശരീരം മെലിഞ്ഞ് അവശയായി സീത കരഞ്ഞുകൊണ്ടേയിരുന്നു. ഗരുഡന്റെ മുമ്പിൽപ്പെട്ട പെൺപാമ്പിനെ പോലെ പീഡിച്ചു പോയി സീത. പക്ഷേ സീതയുടെ ഈ അവസ്ഥ രാവണനിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവൻ സീതാദേവിയെയും അപഹരിച്ചുകൊണ്ട് വായുവേഗത്തിൽ ലങ്കാപുരി ലക്ഷ്യമാക്കി പറന്നു. പക്ഷേ ആ യുദ്ധത്തിൽ രാവണൻ നന്നെ ക്ഷീണിച്ചിരുന്നു. ആ സമയം മുതൽ രാവണനിൽ അകാരണമായ ഒരു ഭയം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തന്നെ രാമൻ കൊല്ലുമോ എന്ന ഒരു ചിന്ത രാവണനിൽ അന്നു മുതലാണ് ഉണ്ടായത്. എങ്ങനെയെങ്കിലും തൻ്റെ വിവരം രാമനെ അറിയിക്കുന്നതിനായി സീതാദേവി തൻ്റെ ആഭരണങ്ങൾ രഥത്തിൽ ഇരുന്നു കൊണ്ട് താഴേക്ക് ഇട്ടു. ആകാശത്ത് നിന്ന് പുഷ്പം പോലെ പറന്ന് താഴെ വീണ ആ ആഭരണങ്ങൾ ഒരുപക്ഷെ ഭൂമിക്ക് അതീവമായ ശോഭയായിരിക്കാം പകർന്നത്. ഹിമാലയത്തിൽ നിന്ന് ഗംഗ എന്നതുപോലെ മുത്തും മണിയും പതിപ്പിച്ച ആ മാല ഭൂമിയിലേക്ക് ഒഴുകി. സീത രാമനെ വിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. രാമ, ലക്ഷ്മണ, എവിടെയാണ്? എനിക്കെന്നാണ്, എവിടെ വെച്ചാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് സീതാദേവി ഉറക്കെ ഉറക്കെ കരഞ്ഞു. രാവണന്റെ വാഹനം ഋഷ്യമൂകം എന്ന പർവ്വതത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ചു. ആ പർവ്വതത്തിൻ്റെ മുകളിൽ 5 ബന്ധുക്കളുമായി സുഗ്രീവൻ താമസിക്കുന്നുണ്ടായിരുന്നു. നളൻ, നീലൻ, ഗവാക്ഷൻ, ഹനുമാൻ, ജാംബവാൻ, സുഗ്രീവൻ, ഇവർ 6 പേരും അവിടെ താമസിച്ചിരുന്നു. സീത അവരെ കണ്ടിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, കപിരാജൻ, ഞാൻ ശ്രീരാമപത്നിയായ സീതയാണ്. ഞാൻ മെയ്യാഭരണങ്ങളും ഉത്തരീയവും താഴേക്ക് ഇട്ടിട്ടുണ്ട്. രാമനുമായി നിങ്ങൾ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് പറയണം, രാവണൻ സീതയെ അപഹരിച്ചു എന്ന്. ഇങ്ങനെ ദേവി മുറുക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആഞ്ജനേയൻ വീരഹനുമാൻ സുഗ്രീവനോട് പറയുകയാണ്, സീതയെ രാവണൻ അപഹരിച്ചിരിക്കുന്നു. സീതയെ രാവണൻ അപമാനിച്ചിരിക്കുന്നു. ഈ ആലോചന രാവണൻ കേട്ടു. ശ്രീരാമനെ ഭയന്ന് സീതയെയും കൊണ്ട് തെക്കോട്ട് അതിവേഗത്തിൽ രാവണൻ പാഞ്ഞു. ഭാഗ്യവശാൽ സമ്പാദിയുടെ പുത്രനായ സുപാർശൻ എന്ന പക്ഷിരാജൻ
അത് കണ്ടു. അച്ഛന് ആഹാരം ശേഖരിക്കുവാൻ വിന്ധ്യാചലത്തിൽ സഞ്ചരിക്കുകയായിരുന്നു സുപാർശൻ. ജടായുവിൻ്റെ ജ്യേഷ്ഠന്റെ മകൻ രാവണനെ വധിച്ചത് അവൻ അറിഞ്ഞില്ല. ജടായുവിൻ്റെ മരണം സുപാർശൻ അറിഞ്ഞിരുന്നു എങ്കിൽ രാവണനെ അവൻ കൊത്തിക്കീറിക്കൊന്നേനെ. സുപാർശൻ പറക്കുമ്പോൾ വനത്തിലെ പന്നി, കാട്ടുപോത്ത്, ആന തുടങ്ങിയ ആയിരം ജന്തുക്കൾ പോലും പേടിച്ചു പോകും. അത്ര ഭയങ്കരനാണ്. കടലിലെ ജന്തുക്കളെ കൊത്തിയെടുക്കുവാൻ ചെല്ലുമ്പോൾ ജലത്തിൻ്റെ 1/3 ഭാഗം മാത്രമേ കാണൂ. 2/3 പങ്കും 2 ചിറകുകൾ മറയ്ക്കും. അത്ര ഭീമാകാരനായ ഒരു പക്ഷിയാണ് സുപാർശൻ. അവൻ അന്തരീക്ഷത്തിലൂടെ വായുവേഗത്തിൽ പറക്കുകയാണ്. കൊടുങ്കാറ്റുപോലെ ചിറകടിച്ചുകൊണ്ടാണ് അവൻ്റെ പറക്കൽ. രാവണന് അല്പം ഭയമായി. ഭയത്തോടു കൂടി ശിരസുയർത്തി മുകളിലേക്ക് നോക്കി. ശ്രീറാം ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് സീതാദേവി കരയുകയാണ്. പക്ഷി ആകാശത്തു നിന്ന് ആ കരച്ചിൽ കേട്ടു. അവൻ തൻ്റെ 2 ചിറകുകൊണ്ട് ആ രഥം തടഞ്ഞു. ദേവകൾ അവനെ വിളിച്ചു പറഞ്ഞു, രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ദേവതകളുടെ ഇപ്രകാരമുള്ള വാക്കുകേട്ട് പക്ഷി അതീവമായ കോപം കൊണ്ട് ജ്വലിച്ചു. രഥത്തെ പിളർക്കുവാനായി കൊക്കു വിരിച്ചുകൊണ്ട് അത് പാഞ്ഞു ചെന്നു. രഥത്തിനുള്ളിൽ സീതാദേവി ഇരിക്കുന്നത് പക്ഷി കണ്ടു. പക്ഷി തൻ്റെ ചിറകുകൊണ്ട് രഥം തടഞ്ഞു. അത് കണ്ടപ്പോൾ രാവണൻ വളരെ വിനയത്തോടു കൂടി പറയുകയാണ്, ഞാൻ രാവണനാണ്. ലങ്കയാണ് എൻ്റെ വസതി. എനിക്ക് താങ്കളുമായി യാതൊരു ശത്രുതയുമില്ല. രാഘവൻ എന്നെ അപമാനിച്ചു. എൻ്റെ സഹോദരി, അവളുടെ കാതും മൂക്കും അവൻ മുറിച്ചു. സഹോദരന്മാരായ ഖരനെയും ദൂഷണനെയും അവൻ വധിച്ചു. ആ ക്രോധം കൊണ്ട് രാമന്റെ സുന്ദരിയെ ഞാൻ അപഹരിച്ചു. താങ്കൾ ധീരനാണ്, ആരെയും തോൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. 3 ലോകത്തിലും അങ്ങയെപ്പോലൊരു വീരൻ മറ്റാരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് എൻ്റെ മുമ്പിൽ നിന്ന് മാറൂ, രഥത്തിൻ്റെ തടസ്സം മാറ്റൂ. ഇങ്ങനെ രാവണൻ വളരെ സ്നേഹത്തോടു കൂടി ആ പക്ഷിയോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ സുപാർശൻ രാവണനോട് ക്ഷമിച്ചു. മുന്നിലെ തടസ്സം മാറ്റി രഥം വിട്ടുകൊടുത്തു. അപ്പോൾ വളരെയധികം ആശ്വാസത്തോടു കൂടി രാവണൻ രഥവുമായി ഉയർന്നു പൊങ്ങി. ഇതൊന്നും ആ കരച്ചിലിൻ്റെ ഇടയിൽ സീതാദേവി അറിഞ്ഞില്ല. കാരണം ഭയത്താൽ സ്വയം മറന്ന് പേടിച്ച് ബോധഹീനയായി ഇരിക്കുകയായിരുന്നു സീത. സമുദ്രം നോക്കിക്കൊണ്ട് സീതാദേവി കരഞ്ഞു. ലങ്കാതീരം കണ്ടപ്പോൾ രാവണന് വളരെയധികം സന്തോഷമായി. സാഗരം അസ്വസ്ഥമായി, വേലിയേറ്റമുണ്ടായി. ഗുണസാഗരമായ രാമൻ എങ്ങനെ ഈ കടൽ കടക്കും എന്ന ചിന്തയായിരുന്നു പിന്നീട് സീതാദേവിക്ക്. അതോടുകൂടി സീതാദേവിയുടെ ദുഃഖം ഇരട്ടിച്ചു എന്ന് മാത്രമല്ല, താൻ ഒരിക്കലും ഇനി രാമനെ കാണുകയില്ല എന്ന് പോലും ആ പാവം വിശ്വസിച്ചു. ഹരേ കൃഷ്ണ. അങ്ങനെ രാവണൻ എന്ന ദുഷ്ടൻ സീതയുമായി ലങ്കയിൽ എത്തിച്ചേരുകയാണ്. ഹരേ കൃഷ്ണ. ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസം നോക്കാം. നിങ്ങൾ ആ ഭാഗത്തിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കണം, നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.